ഹായ് വെൽക്കം ടു ഐഷസ് കിച്ചൺ. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. കസ്റ്റർഡ് പൗഡറും ബിസ്ക്കറ്റും കൊണ്ട് തയ്യാറാക്കുന്ന ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു പുഡിംഗ് റെസിപ്പി. തീർച്ചയായും ഈ വെറൈറ്റി ആയ പുഡിംഗ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ കസ്റ്റർഡ് ക്രീം ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം, കാരണം ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് പഞ്ചസാരയും പാലും നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പഞ്ചസാര കുറച്ചൊക്കെ അവിടെ അലിയാതെ കിടന്നാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഈ മിക്സ്ചർ പിന്നീട് ചൂടായ പാലിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മാക്സിമം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കസ്റ്റർഡ് പൗഡറാണ്. പല ബ്രാൻഡ് കസ്റ്റർഡ് പൗഡർ നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഈ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കസ്റ്റർഡ് പൗഡർ ഞാൻ 5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇതുപോലെ 1 ടീസ്പൂൺ നിറയെ എടുത്ത ശേഷം വേറൊരു ടീസ്പൂൺ കൊണ്ട് ഒന്ന് ലെവൽ ചെയ്തിട്ടാണ് എടുത്തത്. ചിലപ്പോൾ 6 ടീസ്പൂൺ വരെ വേണ്ടി വരും. അത് നിങ്ങൾ പാലിലേക്ക് ഈ മിക്സ്ചർ ചേർത്ത ശേഷം പാല് കട്ടിയാവാതെ വരികയാണെങ്കിൽ മാത്രം 1 ടീസ്പൂൺ കൂടി കുറച്ച് പാലിലോ വെള്ളത്തിലോ ചേർത്ത് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ കസ്റ്റർഡ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം. ഇതിപ്പോൾ 2 ഗ്ലാസ് പാലുണ്ട്. അതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാല് അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ വെനില ഫ്ലേവേർഡ് കസ്റ്റർഡ് പൗഡർ ആണെങ്കിൽ ഈ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വെനില ഫ്ലേവേർഡ് അല്ല ചേർത്തിട്ടുള്ളത് കസ്റ്റർഡ് പൗഡർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ചെറുതായി ഒന്ന് കുറച്ച് വെച്ച ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരു സൈഡിൽ നിന്ന് ഒഴിച്ചു കൊടുക്കണം, മറ്റേ സൈഡിൽ നിന്ന് നമ്മൾ അത് മിക്സ് ചെയ്ത് കൊടുക്കും വേണം. അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. പാലും കസ്റ്റർഡ് ക്രീമും കൂടി കട്ട പിടിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതായത് അത് കട്ടിയായ ഒരു യെല്ലോയിഷ് കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് വരെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നല്ല യെല്ലോയിഷ് കളറും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിൽ കൂടുതൽ കട്ടിയാവേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിലേക്ക് ഇനി ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റി വയ്ക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ടിയായി പോവും. ഇനി വേറെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് ചൂടാക്കാൻ വെക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 4 ഗ്രാം ചൈനാഗ്രാസ് ആണ്. ഇത് പ്യൂർ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ടാണ് ചൈനാഗ്രാസ് നമ്മൾ ഈ പുഡിംഗ് ഒക്കെ തയ്യാറാക്കുന്നതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചൈനാഗ്രാസിന് പകരം ജെലാറ്റിനും ചേർത്ത് കൊടുക്കാം. പക്ഷേ ചൈനാഗ്രാസ് പ്യൂർ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് ഞാൻ അത് പ്രിഫർ ചെയ്യുന്നത്. നേരത്തെ വെച്ച വെള്ളം ഒന്ന് ചെറുതായി ചൂടായി വന്നാൽ അപ്പോൾ ഈ ചൈനാഗ്രാസ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നന്നായി അലിഞ്ഞ് വരുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. അതായത് ഇത് നന്നായി അലിഞ്ഞ് വെള്ളത്തിൻ്റെ പരുവമാവുന്നത് വരെ അത് വേവിച്ചെടുക്കുക വേണം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡിൻ്റെ മിക്സ്ചർ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ചൈനാഗ്രാസ് നമ്മൾ വേവിച്ചെടുത്തത് നല്ല ക്ലിയർ ലിക്വിഡായി വന്നിട്ടുണ്ട്, നല്ല വെള്ളത്തിൻ്റെ പരുവമായിട്ടുണ്ട്. അപ്പം ചൈനാഗ്രാസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ കസ്റ്റാർഡിൻ്റെ മിക്സ്ചറിലേക്ക് ഒരു അരിപ്പയിലൂടെ വേണം ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ ഈ ചൈനാഗ്രാസിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കസ്റ്റാർഡ് മിക്സ്ചർ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം അത് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതുപോലെ പുഡിങ്ങിൻ്റെ ഏത് റെസിപ്പി തയ്യാറാക്കുമ്പോഴും ചൈനാഗ്രാസ് ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതിലിപ്പോൾ മുകളിൽ കിടക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ നേരിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റാവുമ്പോൾ അത് മുകളിൽ പൊങ്ങി കിടക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിങ് റെഡിയായി കിട്ടും.
ചൈനാഗ്രാസ് ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കസ്റ്റർഡ് മിക്സ്ചറും ചൈനാഗ്രാസും നന്നായി യോജിച്ച് വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ല ക്രീമി ആയിട്ടുള്ള കസ്റ്റർഡ് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കസ്റ്റർഡിൻ്റെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ കസ്റ്റർഡ് പുഡിങ് മാത്രമാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് ഇതൊന്ന് സെറ്റ് ആവാൻ വെക്കാം. ഞാനിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതൊരു ലേയർഡ് പുഡിങ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് 2 ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. 2 ബൗളിലേക്കും ഒരേ അളവിലാണ് ഞാനിത് ഒഴിക്കുന്നത്. ഇനി ഇതിലെ ലെയേഴ്സ് ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് റോസ് മിൽക്ക് എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വെച്ച് തന്നെ ലെയർ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ യെല്ലോയിഷ് കളർ മാറിയിട്ട് അത് പിങ്ക് കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതുപോലെ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ നോർമൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കരുത്, അത് ടേസ്റ്റിൽ വ്യത്യാസം വരും. ഞാൻ ഇവിടെ എസെൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അത് വല്ലാണ്ട് ടേസ്റ്റിൽ വ്യത്യാസം വരില്ല. അങ്ങനെ പിങ്ക് കസ്റ്റർഡ് ക്രീമും യെല്ലോ കസ്റ്റർഡ് ക്രീമും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 ലെയേഴ്സിനുള്ള ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് എങ്ങനെ അസംബിൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്, പുഡിങ്ങിൻ്റെ ട്രേ. അതിലേക്ക് ഞാൻ ബിസ്ക്കറ്റ് വെച്ചിട്ട് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ലെയർ. ഈ ലെയർ ചെയ്ത ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പിങ്കിഷ് കസ്റ്റർഡിൻ്റെ ക്രീം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഞാനിവിടെ യൂസ് ചെയ്ത ബിസ്ക്കറ്റ് കുറഞ്ഞ മധുരമുള്ള ബിസ്ക്കറ്റാണ്. അപ്പോൾ ഈ പുഡിങ്ങിലേക്ക് അതാണ് ടേസ്റ്റ്. ഇനിയിപ്പം അത് കിട്ടില്ലാതാണെങ്കിൽ കുഴപ്പമില്ല, മാക്സിമം കുറഞ്ഞ മധുരമുള്ള ബിസ്ക്കറ്റ് യൂസ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മളുടെ പിങ്ക് കസ്റ്റർഡ് ക്രീം മുകളിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇതുപോലെ ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള യെല്ലോയിഷ് കസ്റ്റർഡിൻ്റെ ക്രീം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ചെറിയ പാത്രമാണെങ്കിൽ ഒരുപാട് ലെയേഴ്സ് ആക്കിയിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഈ പുഡിങ്. പിന്നെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടേണ്ടി വരും. കസ്റ്റർഡിൻ്റെ ക്രീമിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടും നിങ്ങൾക്കിത് ഒരുപാട് ലെയേഴ്സ് ആക്കിയിട്ട് വെക്കാം. അതുപോലെ ഒരുപാട് കളേഴ്സ് ആഡ് ചെയ്തിട്ടും കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ലെയറായിട്ട് ബിസ്ക്കറ്റും 2 ലെയറായിട്ട് കസ്റ്റർഡിൻ്റെ ക്രീമുമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല സ്വീറ്റ് ഇഷ്ടമുള്ളവർക്ക് ഓക്കെ, കുഴപ്പമില്ല. അധികം സ്വീറ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അത് കുറഞ്ഞ മധുരമുള്ള ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റൊക്കെ നമ്മൾ ഈ പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ പുഡിങ്ങിൻ്റെ കസ്റ്റർഡ് തയ്യാറാക്കുമ്പം മധുരം അല്പം കുറയ്ക്കാൻ നോക്കുക. ഞാൻ അതുകൊണ്ടാണ് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാഞ്ഞത്, പകരം പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അതുപോലെ ഈ ബിസ്ക്കറ്റ് ആദ്യം പാലിലോ കോഫിയിലോ ഒന്നും മുക്കിയിട്ടൊന്നും ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിൽ വെച്ച് കൊടുത്താൽ മതി. കാരണം നല്ല സോഫ്റ്റ് ആവും ബിസ്ക്കറ്റ്. നമ്മൾ പുഡിങ്ങിൽ സെറ്റായി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. അങ്ങനെ നമ്മളുടെ ബിസ്ക്കറ്റ് ആൻഡ് കസ്റ്റർഡ് ലെയർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചാൽ ഇത് സെറ്റ് ആവുള്ളൂ. അധികം വെക്കേണ്ട ആവശ്യമില്ല, 4 മണിക്കൂർ മതി. അപ്പോൾ നമ്മളുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. 4 മണിക്കൂറിന് ശേഷമുള്ള പുഡിങ്ങാണിത്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നട്ട്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ പൗഡേർഡ് ബിസ്ക്കറ്റ് വെച്ചിട്ടോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ന്യൂട്ടെല്ല കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ക്രീമി ആക്കിയ ശേഷമാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ലെയേഴ്സുള്ള നമ്മളുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പുഡിങ്ങാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ന്യൂട്ടെല്ല വെച്ചിട്ട് എങ്ങനെ ഇത് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഒരു 2 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല എടുത്ത് ഒരു ബൗളിൽ എടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് അതൊന്ന് ക്രീമി ആക്കി എടുക്കണം. എന്നിട്ട് അതൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള കസ്റ്റേർഡും ബിസ്ക്കറ്റും വെച്ചിട്ടുള്ള ലേയർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പാർട്ടിക്കൊക്കെ തയ്യാറാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുതേ. പിന്നെ അതുപോലെ ഈ വീഡിയോസിൻ്റെ എല്ലാ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. തീർച്ചയായിട്ടും എനിക്കതൊരു വലിയ അപ്രീസിയേഷനാണ്. പിന്നെ അതുപോലെ ഈ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.